ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനിവിടെ സുഖമായിരിക്കുന്നത്. ചെറിയൊരു സുഖക്കുറവില്ലത് കണ്ണിൻ്റെ ആ ഒരു പോളക്കുരുവാണേ. ഇന്നത്തെ ഒരു വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കണ്ണിൻ്റെ പോളക്കുരു അത്യാവശ്യം നല്ല പോലെ വലുതായിട്ടുണ്ട്. മിക്കവാറും ഡോക്ടറെ അടുത്ത് പോയിട്ട് തന്നെ എടുത്ത് കളയേണ്ടി വരും. എനിക്കത് സ്വയം തന്നാനേ അത് പൊട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ കല്ലിച്ച പോലെ തന്നെയായി. അപ്പം ഇന്ന് നമ്മൾ എല്ലാവരും കൂടി പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. ഒരു 3 വർഷം മുന്നേ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി. അത് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഞാൻ അധികം വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. അച്ഛന് ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നിട്ടുണ്ടായിനി. അപ്പം ആ ഒരു സമയത്ത് അച്ഛന് സംസാരിക്കാനോ ഒന്നും പറ്റുന്നൊരവസ്ഥയല്ല ഉണ്ടായത്. മര്യാദക്ക് നടക്കാനോ ഒന്നും പറ്റലുണ്ടായിട്ടാ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും കുഞ്ഞാവെല്ലാം നല്ലോണം പേടിച്ചിട്ടുണ്ടായിനി. അച്ഛൻ ഹോസ്പിറ്റലിലാണ് കുറേ നാളുണ്ടായത്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ പറശ്ശിനിക്കടവിലേക്ക് അച്ഛൻ അത്രയും പെട്ടെന്ന് നേരെ ആയാലും പറശ്ശിനിക്കടവിലേക്ക് വരുന്നതായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് ആ ഒരു പ്രാർത്ഥന തീർക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി പറശ്ശിനിയിലേക്ക് പോയെന്നേ. മുന്നേ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു പ്രാർത്ഥന തീർക്കാൻ വേണ്ടി പറശ്ശിനിയിലേക്ക് പോകാൻ നിന്ന സമയത്ത് കുറേ മുടക്കങ്ങൾ ഉണ്ടായിനി. അപ്പം ഇന്ന് എല്ലാ സാഹചര്യം കൊണ്ടെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിലേക്ക് കാറ് വരാത്തോണ്ട് തന്നെ അമ്മമ്മേരെ വീട്ടിലാണേ കാറ് വെക്കൽ. അമ്മേരെ തലയിൽ ഈ ഒരു മുല്ലപ്പൂ സുഹൃതാട്ടൻ രാവിലെ വരുന്ന സമയത്ത് വേണിച്ചാന്നേ. എനക്കും കൂടി വേണിച്ചിട്ടുണ്ടായിനി. അപ്പം ആദ്യം മുല്ലപ്പൂ ചൂടാന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ ഡ്രസ്സെല്ലാം ചെയ്ത് എല്ലാം സെറ്റായതിന് ശേഷം മുല്ലപ്പൂ വെച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ബോറ് പോലെ. അപ്പം ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ വെക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അമ്മ മാത്രം വെച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നേരെ ഇതാ പറശ്ശിനിയിലേക്ക് വിട്ടു. കറക്റ്റ് ബാക്കിൽ 4 ആൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സുഹൃതാട്ടൻ്റെ മടിയിലാണ് ഉണ്ടായത്. ഞാൻ കുഞ്ഞാനോട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞാൽ സുഹൃതാട്ടന് കാല് വേദന എടുക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ മടിയിലിരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇരിക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു പോക്ക് മുന്നേ പോകണമെന്ന് വിചാരിച്ചതാണ്. അച്ഛനെല്ലാം ഓക്കെ ആയതിന് ശേഷം പോകാമെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ കുറേ തടസ്സങ്ങൾ കാരണം പോകാനേ പറ്റിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇന്ന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെല്ലാവരും അച്ഛൻ, അമ്മ, അച്ഛൻ, അമ്മമ്മ, കുഞ്ഞാപ്പ, സുഹൃത്താട്ടൻ നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടായത്. എനിക്കാണെങ്കിൽ ഈ കാറിൽ പോകുന്ന സമയത്ത് ചെറുതായിട്ട് വൊമിറ്റിംഗ് ടെൻഡൻസി വരും. കുറേ പ്രാവശ്യം കാറിൽ പോയി, എന്നാലും എനിക്ക് ഇടയ്ക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, അഥവാ വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി അടങ്കും സൈഡ് പാർക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കുറച്ച് നേരം അവിടെ നിന്നിട്ട് പുറത്തെല്ലാം ഇറങ്ങി ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും കാറിൽ കയറിയിട്ട് നമുക്ക് കാർ വിടാം. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി സൈഡ് ആക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല. അമ്മയും കുഞ്ഞാവി ഒഴികെ ബാക്കി നമ്മളെല്ലാവരും ഡ്രസ്സിൻ്റെ കളർ ഏകദേശം മാച്ചാണ്. സത്യം പറഞ്ഞാൽ മാച്ചാക്കിയതൊന്നല്ല, അറിയാതെ മാച്ചായി പോയതാണ്. എന്നോട് കുറേ പേര് ഈ ഡ്രസ്സ് ഇടുന്ന അടുത്തേ ചോദിച്ചിട്ടുണ്ടായിന്. ഞാനിതൊരു 2-3 ആഴ്ച മുന്നേ സുഡിയോന്ന് എടുത്തതാണ്. എനിക്കും ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതുപോലത്തെ കളറൊന്നും ഇല്ല. അപ്പോൾ ഇത് കണ്ട സമയത്തേ സുഹൃത്താട്ടൻ പറഞ്ഞു, മണി നല്ല രസം ഇട്ടിട്ട് കാണാൻ, എനിക്ക് നല്ലോണം മാച്ചാവുന്നുണ്ട്, നല്ല കളർ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ബേക്കറി പലഹാരം ഇതെല്ലാം ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ കുഞ്ഞാവയും. ഇവർക്ക് രണ്ടാൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരെ പ്രതീക്ഷിച്ചിട്ട് ഞാനൊരു ചോക്ലേറ്റ് ബാഗിലെടുത്ത് ഇട്ടിട്ടുണ്ടായിനി. അപ്പം വണ്ടി സൈഡാക്കിയപ്പോൾ തന്നെ രണ്ടാളും അതെടുത്ത് കഴിക്കാൻ തുടങ്ങിയിന്. സുഹൃത്താട്ടനിൽ ഈ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ തീർന്നു, അത്ര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഒരു ലിമിറ്റ് വെക്കലുണ്ട്, ഓവറായിട്ട് കഴിക്കാൻ വിടലേ ഇല്ല. എനിക്ക് ഭയങ്കര പേടിയാണ് ഷുഗർ വരുമോ എന്നുള്ളത്. ഭയങ്കരമായിട്ട് കഴിക്കും. ഈ ലഡു, ജിലേബി ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പം ഒരു ലിമിറ്റ് വെക്കലുണ്ട്, ഞാൻ അധികം കഴിക്കാൻ വിടലേ ഇല്ല. ഞാനില്ലാത്ത സമയത്ത് നല്ലോണം കഴിക്കലുണ്ട് കേട്ടോ. ഞാനില്ല സമയത്ത് ഞാൻ കഴിക്കാൻ വിടില്ല. അങ്ങനെ നമ്മൾ ഇതാ പറശ്ശിനിക്കടവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാന്നുണ്ടായത്. ഞാനും സുഹൃത്താട്ടനും ഏകദേശം ഡ്രസ്സ് മാച്ചായിനി. കറക്റ്റ് കളറല്ല, എന്നാലും ഏകദേശം മാച്ചായിനി. സുഹൃത്താട്ടൻ്റെ ഷർട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. അതിൻ്റെ ഷോർട്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഇതുപോലത്തെ കളറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ കളറ് നല്ല സ്കിന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. അപ്പോൾ ഈ ഒരു കളർ കണ്ടാടേ ഞാൻ സുഹൃത്താട്ടനോട് പറഞ്ഞത് എന്തായാലും എടുക്കണം, എനിക്ക് നല്ലോണം ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഞാൻ സുഹൃത്താട്ടനെ കൊണ്ട് ആ ഷർട്ട് എടുപ്പിച്ചു. അച്ഛനും അമ്മമ്മയും മാച്ചാണ്. ഇതെങ്ങനെയാണെന്ന് ആയതെന്ന് അറിയില്ല, എല്ലാവരും ഏകദേശം ഡ്രസ്സ് മാച്ചായിനി, കളറ് മാച്ചായിനി. അമ്മയും കുഞ്ഞായും മാത്രമേ കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ നല്ല തിരക്കിൽ തന്നെ നേരെ ഇതാ പറശ്ശിനി അമ്പലത്തിലേക്ക് നടന്നു. എനിക്കാണെങ്കിൽ ഇപ്പം ഈ ചന്തയെല്ലാം കാണുമ്പം എല്ലാം മേടിച്ച് കയ്യിൽ വെക്കണം എന്ന് തോന്നും. പണ്ടേ വന്നൊരു ഫീലാണ്. ഞാൻ അച്ഛൻ്റെ അമ്മയുടെ പേരെല്ലാം പറശ്ശിനിക്കടയിലേക്ക് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഏറ്റവും ഫസ്റ്റ് ഞാൻ കിച്ചൺ സെറ്റ്, ഡോക്ടർ സെറ്റ് ഇങ്ങനത്തെ എല്ലാം ഈ ഒരു ചന്തയിൽ പോയി കഴിഞ്ഞാൽ വേണിക്കൽ. കുഞ്ഞാവ പണ്ടേ ചന്തയിൽ പോയി വേണിക്കൽ ഫോണ്. ഓൾക്ക് ഈ ഫോണ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ അതെ, ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഓള് വേണിക്കൽ ഫോണാണ്. എനിക്ക് കുഞ്ഞാവരി ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓക്ക് ഇല്ലാത്തൊരു കളറാണ്, നല്ല ഡാർക്ക് റോസ് കളറ്. കുഞ്ഞാവ് ഇട്ടിട്ടാകുമ്പം നല്ല ഭംഗിയുണ്ടായിന്.
അങ്ങനെ കുറേ ചന്തയിൽ നോക്കി നിന്ന് നമ്മൾ നേരിതാ അമ്പലത്തിലേക്ക് നടന്നു. അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി പുറത്തത്തെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടു, അകത്തത്തെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ എനക്കും കുഞ്ഞാവക്കും അതുപോലെ തന്നെ അച്ഛനും കണ്ണിൻ്റെ ഒരു ചെറിയ രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി. അതായത് നമ്മളെ മൂന്നാളും കണ്ണിന് ആ ഒരു പോളക്കുരു വന്നുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രൂപം കൊടുക്കലുണ്ട്. അത് അമ്പലത്തിൽ തന്നെ മേടിക്കാൻ കിട്ടും. അപ്പം എനിക്ക് കുഞ്ഞാവക്ക് അച്ഛനും മേടിച്ചിട്ടുണ്ടായിനി. എനിക്ക് കണ്ണിന് ഒരു കുരു വന്നതിന് ശേഷം നല്ല പേടിയുണ്ട്. ഒന്നാമത് കുഞ്ഞാവരാ കരച്ചിലേ ഞാൻ കണ്ടിട്ടുണ്ടായിനി ഹോസ്പിറ്റലിൽ പോയ സമയത്ത്. നിങ്ങൾ എല്ലാവരും ആ ഒരു ഷോർട്സ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ചെറുതായിട്ട് ബ്ലഡും ഉണ്ടായിന് കണ്ണിന്. അപ്പോൾ ആ ബ്ലഡെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര പേടി. സെയിം അവസ്ഥ എനക്കും വന്നല്ലോ ഈശ്വര. ഇപ്പം എനിക്ക് കുഞ്ഞാവിനേക്കാളും ബ്ലഡ് പേടിയാണ്. അപ്പം ഞാൻ ഡോക്ടറൊക്കെ പോയിട്ട് എങ്ങനെയാണ് ഇതെടുത്ത് കളയിലെന്നുള്ള പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിനി. അപ്പം അമ്പലത്തിൽ വന്ന സമയത്ത് ഞാൻ കുറേ നേരം ഞാൻ ഈ കണ്ണിൻ്റെ കുരു എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിനി. തന്നാനേ ഈ ഒരു കുരു അങ്ങ് പൊട്ടി കിട്ടിയാൽ മതി, ഡോക്ടറെ അടുത്ത് കാണിക്കാണ്ട് തന്നാനേ പൊട്ടിയാൽ മതി. എന്നാൽ എനിക്ക് അത്രയും ആശ്വാസമായി. ഡോക്ടറെ അടുത്ത് പോയിട്ട് കളയാനാണ് പേടി. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചത് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ ആ ഒരു രൂപമെല്ലാം അകത്തന്നെ കൊടുത്തിട്ടുണ്ടായിനി. ഉള്ളിൽ നിന്നുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടേ ഇല്ല. ഉള്ളിൽ കയറിയാടം ഞാൻ ഫോൺ ഓഫാക്കി വെച്ചിട്ടുണ്ടായിനി. ആരും അങ്ങനെ വീഡിയോസൊന്നും എടുക്കുന്നില്ല. 1-2 ആൾക്കാർ എടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാ. മുന്നേ എനിക്ക് ഇടുന്ന വന്നിട്ടാ ചോറ് തന്നിട്ടുണ്ടായത്. നമ്മളെ പേര് വിളിക്കയില്ലേ, അതെനിക്ക് പറശ്ശിനി എന്നാണ് വിളിച്ചിട്ടുണ്ടായത്. ചോറ് തന്നതും പറശ്ശിനി തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയി ചായ കുടിച്ചു. ആണുങ്ങളെ സൈഡ് വേറെ, പെണ്ണുങ്ങളെ സൈഡ് വേറെയാണ്. അപ്പം അച്ഛനും അച്ഛനും സുഹൃത്താട്ടനും കൂടി വേറെ ഭാഗത്താണ് ഇരുന്നിട്ടുണ്ടായത്. അവർ നേരത്തെ ചായ കുടിച്ച് എണീച്ചിട്ടുണ്ടായിനി. അങ്ങനെ നമ്മയും ഇതാ ചായ കുടിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ആ ഒരു പ്രസാദം. നല്ല പയറും അതുപോലെ തേങ്ങാപ്പൂളും. അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഒരു ഉച്ചയാകുമ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അതും ആണുങ്ങളെ ഭാഗം വേറെ, പെണ്ണുങ്ങളെ ഭാഗം വേറെ, അങ്ങനെയാണ് ഉണ്ടായത്. അതാ മൂന്നാളതാ മെല്ലെ ക്യൂ നിന്നിട്ട് മെല്ലെ മെല്ലെ നടന്ന് വരുന്നുണ്ട്. ഈ പറശ്ശിനിയിൽ നിന്നില്ല എൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ടായിന് കുഞ്ഞിലത്തെ. എനിക്ക് ചോറ് തരാൻ വന്ന സമയത്തില്ലേ അച്ഛൻ എന്നെ എടുത്തിട്ടില്ല ഫോട്ടോ, അതുപോലെ തന്നെ അമ്മ എടുത്തിട്ടില്ലത്, അച്ഛനും അമ്മമ്മ എന്നെ എടുത്തിട്ടില്ല ഫോട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിനി. ആ ഫോട്ടോസെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ ആ ഒരു ഫോട്ടോ, എൻ്റെ പണ്ടത്തെ ഫോട്ടോ എല്ലാം കൂടി ബുക്കിൽ വെച്ചിട്ടുണ്ടായിനി. അപ്പം ആ ഒരു ബുക്കിൽ വെച്ച സമയത്ത് പണ്ടെന്നേരം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുകളെല്ലാം കാണിക്കാൻ വേണ്ടി ബുക്കിനുള്ളിൽ എൻ്റെ ഫോട്ടോസെല്ലാം എടുത്തു വെച്ചു. പിന്നെ എനിക്കത് പുറത്തെടുത്ത് വെക്കാൻ ഓർമ്മയില്ല. ആ ബുക്കിൽ നിന്ന് അങ്ങനെ അത് ചതില് പിടിച്ച് പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ആ ഫോട്ടോ എല്ലാം ഒന്നുകൂടി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കുറേ നേരം ക്യൂ നിന്ന് ഒടുവിൽ നമ്മിതാ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചോറ് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറും പരിപ്പ് കറിയും അതുപോലെ തന്നെ തൈരും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാനിതാ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിനി. അങ്ങനെ ചോറെല്ലാം കഴിച്ച് എണീച്ചു. എനിക്ക് ഈ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനി. ആ ഒരു സമയത്ത് നല്ലോണം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നേരെ ഇതാ ഫുഡെല്ലാം കഴിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നല്ല വെയിലാണുണ്ടായത്. അതുപോലെ തന്നെ നല്ല തിരക്കും. അവിടെ നിന്ന് ഇപ്പോഴേ ഫോട്ടോ എടുത്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല തിരക്കുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒന്നും അവിടെ നിന്ന് അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടാ. കുറച്ച് തണലുള്ള സ്ഥലം നോക്കിയിട്ട് അപ്പുറം ഭാഗം പോയിട്ട് ഫാമിലി ഫോട്ടോ എടുത്തു. പ്രാർത്ഥിച്ചെല്ലാം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു സമാധാനമാണ് ഉണ്ടായത്. ഞാൻ പറശ്ശിനിയിലേക്ക് വന്ന ആ ഒരു ഫോട്ടോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിനി, ചേച്ചി കണ്ണിന് എന്താണ് പറ്റിയത്, പോളക്കുരു പോയിട്ടില്ലേ, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. ഇന്നത്തെ ദിവസം ഭയങ്കര വലുതാണ് ഉണ്ടായത് കുരു. എനിക്കാണെങ്കിൽ ഭയങ്കര പെയിനും ഉണ്ടായിനി. രാവിലെ ഉറങ്ങിയിരിക്കുന്ന സമയത്തെല്ലാം നല്ല പെയിനാണ് ഉണ്ടായത്. ഇപ്പം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കുറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് തന്നെ എടുത്ത് കളയാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം ശേഷം നമ്മൾ നേരെ വന്ന് ഫാൻസി ഐറ്റംസ് നോക്കി. ഇവിടുത്തെ മാലയെല്ലാം കാണാൻ നല്ല രസമുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള മാല. എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമായി. ഇത് പിന്നെ പഴയ മോഡലാണേ, പക്ഷേ കളറെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ബ്ലൂ കളറും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ വേണ്ട ഫാൻസി ഐറ്റംസ് എല്ലാം മേടിച്ചു. എൻ്റെ ഹെയറിൻ്റെ വൃത്തികേട് ആരും നോക്കണ്ട. എൻ്റെ ഹെയർ ഞാൻ മുന്നേ സ്മൂത്തനിങ് ചെയ്തു, അതിനുശേഷം ബോട്ടോക്സ് ചെയ്തു. ഇപ്പം അത്യാവശ്യം എൻ്റെ പഴയ ഹെയറിന് വരുന്നുണ്ട്. അതാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടാണെന്നില്ലേ. കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് ഭാഗം കേളി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇനിയൊരു സ്മൂത്തനിങ്ങോ ബോട്ടോക്സോ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഹെയർ കാണുമ്പം എനിക്ക് എന്തെങ്കിലും ആയിട്ട് ചെയ്യണമെന്നുണ്ട് എൻ്റെ ഹെയറിൽ. എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊന്ന് കോൺഫിഡൻസോടെ പുറത്ത് പോകാൻ പോലും പറ്റുന്നില്ല. ഞാൻ അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ മാത്രം സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സ്ട്രെയിറ്റ്നർ മേടിച്ചിട്ടുണ്ടായിനി. ആ 2 സ്ട്രെയിറ്റ്നറും എനിക്ക് അത്ര എൻ്റെ ഹെയർ വിചാരിച്ച പോലെ നിൽക്കുന്നില്ല. പെട്ടെന്ന് പഴയ ഹെയറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. 2 സ്ട്രെയിറ്റ്നർ മേടിച്ചിട്ടും എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടാ. ഹെയർ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടായിട്ടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും എൻ്റെ ഈ ഒരു ഹെയർ കാരണം ഞാൻ ബോട്ടോക്സിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ആണെങ്കിൽ അത്രയും വൃത്തിയോടായിട്ടാണ് ഹെയർ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു.
കുറേ ഫാൻസി ഐറ്റംസും അതുപോലെ മുത്തപ്പൻ്റെ ഫോട്ടോസും പിന്നെ ഞാൻ പുളിമുട്ടായിയെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പുളിമുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് തിരിച്ച് പോകാൻ നേരം നമ്മൾ പയ്യന്നൂരിൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പോഴേക്കും ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിന്. ഈ വൈകുന്നേരം കറക്റ്റ് അച്ചച്ചന് സുഹൃതാട്ടന് അച്ഛന് ഇവർക്കെല്ലാം ചായ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് അങ്ങനെ വൈകുന്നേരം ചായ വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടാവില്ല. ഇല്ല എന്തെങ്കിലും ചെറിയ പലഹാരമെല്ലാം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാവലേ ഇല്ല. ചായ എനിക്ക് അത്ര വലിയൊരു താല്പര്യമില്ല. എനിക്ക് കൂടുതലും ഹോർലിക്സോ ബൂസ്റ്റോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവരെല്ലാവരും ചായ പറഞ്ഞ സമയത്ത് ഞാൻ ബൂസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടായത്. സുഹൃത്തേട്ടൻ ബർഗറും ഞാൻ ഈ ഒരു മക്രോണീൻ്റെ ഈ ഒരു സാധനമാണ് മേടിച്ചിട്ടുണ്ടായത്. അതിലാണെങ്കിൽ അത്യാവശ്യം നല്ല പോലെ ആടെയുടെ മുളകുണ്ട്. ഞാനാണെങ്കിൽ ഫസ്റ്റ് കടിച്ചത് തന്നെ മുളകാണ്. നല്ലോണം വായി എരിഞ്ഞു പോയി. ഞാൻ രാവിലെ ഇല്ല വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. വീട്ടിൽ നിന്നെല്ലാം ഒരു രാവിലെ ഇല്ല ഭാഗമെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ തിരക്ക് കാരണം ആ ഒരു ഭാഗമെല്ലാം എടുക്കാൻ എനിക്ക് മറന്നുപോയി. ചടപട എല്ലാവരും റെഡിയാകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ പയ്യന്നൂർ കസാ കുസൈന എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞാൻ കയറിയിട്ടുണ്ടായത്. എനിക്ക് ഇടയിൽ പുഡിങ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു പുഡിങ് കൂടി പറഞ്ഞിട്ടുണ്ടായിനെ. ഇതാ ഈ ഒരു പുഡിങ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മിൽക്ക് മെയ്ഡെല്ലാം ഇട്ട് അതുപോലെ സേമിയയെല്ലാം ഇട്ട് നല്ല ടേസ്റ്റാണ്. ചീസ് ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു പുഡിങ്. അങ്ങനെ ചായയെല്ലാം കുടിച്ചപ്പോഴേക്കും അത്യാവശ്യം വയറ് നല്ലപോലെ നിറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ചായ കൂടി പറഞ്ഞു. എനിക്ക് ചായയല്ല, ഞാൻ ബൂസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ടായത്. ബാക്കി എല്ലാവരും ചായ. അങ്ങനെ ചായയെല്ലാം കുടിച്ച് നേരെ കാറിൽ കയറി വേഗം വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ട് മഴയുണ്ടായിനെ. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് നേരെ പോയി ചിക്കൻ മേടിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുഞ്ഞാവൻ എൻ്റെ മടിയിലിരുത്തി. പറശ്ശിനിലേക്ക് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഞാൻ സുഹൃത്തേട്ടൻ്റെ മടിയിലാണ് ഉണ്ടായത്. എനിക്ക് കാല് വേദന ഇല്ല, എൻ്റെ മടിയിലിരുന്നോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ എന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. സുഹൃത്തേട്ടൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് വേദന ഉണ്ടെങ്കിലും ചിലപ്പോൾ പറഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞാവനെ പിടിച്ച് എൻ്റെ മടിയിലിരുത്തി. തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് നേരം ഞാൻ താഴെ ഇരുന്നിട്ട് കുഞ്ഞാവൻ എൻ്റെ മടിയിലിരുത്തി. അങ്ങനെ നേരെ നടക്കാവിലേക്ക് പോയി ചിക്കൻ മേടിച്ചു. ചിക്കൻ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ചെറുതായിട്ട് മഴ ഇങ്ങനെ പാറിക്കൊണ്ടുണ്ടായിനെ. അങ്ങനെ നമ്മൾ നേരെ ഇതാ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നല്ല മഴയാണ്. ആരും കുടയെടുത്തിട്ടുണ്ടായിട്ടാ. ഗോപാലേട്ടൻ കണ്ടോണ്ട് തന്നെ ഗോപാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുടയെടുത്ത് കൊണ്ടു തന്നു. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നനഞ്ഞോണ്ട് തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരട്ടി. എല്ലാവർക്കും ഓരോരോ കുട തന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇതാ ഇന്ന് നല്ല മഴയാന്ന് തോന്നുന്നു നമ്മളെ നാട്ടിലുണ്ടായത്. അത്യാവശ്യം നല്ല പോലെ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളം വറ്റിയതാണ്. ഇപ്പോൾ വീണ്ടും നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ഒരു കസാര ഇട്ടിരിക്കുമ്പോഴേക്കും സമാധാനമായി. വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും സുഹൃത്താട്ടൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. വെറുതെ വന്നിട്ട് ഇങ്ങനെ ചെള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും കുഞ്ഞാവിയും സുഹൃത്താട്ടനും മാത്രമേ ഇപ്പം വീട്ടിലെത്തിയിട്ടുള്ളൂ. അമ്മമ്മയും അമ്മയെല്ലാം ഗോപാലേട്ടൻ്റെ വീട്ടിൽ തന്നെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നേ. താക്കോലാണെങ്കിൽ അമ്മമ്മയുടെ ബാഗിലാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ കുറേ നേരം വീട്ടിൽ തന്നെ പുറത്തിരുന്നു. അങ്ങനെ ഇതാ അമ്മയെല്ലാം വന്നിട്ട് താക്കോലെല്ലാം കിട്ടിയിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം വീട്ടിലെത്തിയാടും സുഹൃത്താട്ടൻ പറയുന്നുണ്ട് നമുക്ക് പാനിപൂരി കഴിക്കാൻ വേണ്ടി പോവാന്ന്. അപ്പം കുഞ്ഞാവനും കൂടി വിളിക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും ഓൾക്ക് കുറേ നോട്ട് എഴുതി തീർക്കാനുണ്ട്. അതുകൊണ്ട് ഓൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഓൾക്ക് സ്വതവേ ഈ പാനിപൂരി അത്ര വലിയൊരു ഇഷ്ടമല്ല. അങ്ങനെ ഞാനും സുഹൃത്താട്ടനും കൂടി നേരെ പാനിപൂരി കഴിക്കാൻ വേണ്ടി പോയി. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം എനിക്ക് ഈ പാനിപൂരി എന്ത് ഇഷ്ടമാണെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇടുന്ന പാനിപൂരി ഇല്ല, പയ്യന്നൂരേക്ക് തന്നെ പോകണം. അപ്പം ഞാനധികം സുഹൃത്താട്ടൻ്റെ വീട്ടിൽ പോയാലേ ഈ പാനിപൂരി കഴിക്കലല്ലോ. ഇപ്പം നമ്മൾ തൃക്കരിപ്പൂര് കൂടി വന്നിട്ടുണ്ടേ. അങ്ങനെ ഞാൻ നേരെ തൃക്കരിപ്പൂര് പോയിട്ട് പാനിപൂരി പറഞ്ഞു. അതുപോലെ നല്ല മട്ടൻ സൂപ്പ് കൂടി ഉണ്ട്. അങ്ങനെ മട്ടൻ സൂപ്പ് കൂടി പറഞ്ഞു. അപ്പോഴേക്കും നേരം ഒരു സന്ധ്യ ആവാനായിട്ടുണ്ടായിനി. എന്തോ ഭാഗ്യത്തിന് നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. മഴയും ഇല്ലാണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഇതാ നല്ല ചൂട് സൂപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മട്ടൻ സൂപ്പാണ് കേട്ടോ. അങ്ങനെ ഞാനും സുഹൃത്താട്ടനും നേരെ ഇതാ ഒരു സ്റ്റൂളും പെരുതിയിട്ട് പോയി. നല്ല ചൂട് സൂപ്പാണ്. അതാണെങ്കിൽ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് മറിഞ്ഞിട്ടുണ്ടായിനി. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ. എൻ്റെ കൈ നല്ല പോലെ പൊള്ളിപ്പോയി. സൂപ്പ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിനി. ആ ഒരു കുരുമുളകും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിനി. നല്ല ചൂടാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ സൂപ്പ് ഊതി കുടിച്ചു. അതുപോലെ ഒരു പാനിപൂരി കൂടി പറഞ്ഞിട്ടുണ്ടായിനി. പാനിപൂരി എനിക്ക് മധുരം ഇടുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷേ സുഹൃത്താട്ടന് മധുരം ഇട്ടിട്ടാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. അപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു മധുരം ഇടാന്ന് പറഞ്ഞു. അങ്ങനെ മധുരം ഇട്ടിട്ട് തന്നെ കൊണ്ടു തന്നിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. നല്ല ലൈറ്റ് മധുരമായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിനി. വീഡിയോയിലെല്ലാം അത്യാവശ്യം എൻ്റെ കണ്ണിൻ്റെ കുരു പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ നല്ല വലുതാണെന്നുണ്ടായത് കുരു. ഇല്ലെങ്കിലും നമ്മൾ കാര്യമായിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും അതിൻ്റെ വൃത്തിയോടെ ഉണ്ടാവില്ല. അങ്ങനെ ഞാനിതാ ഒരു പാനിപൂരി എടുത്ത് വായിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. എനിക്കെന്തോ പയ്യന്നൂരിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടമായിനി.
സ്വതവേ ഞാൻ മധുരം ഇടാൻ സമ്മതിക്കലേ ഇല്ല. ഇപ്പം പയ്യനോട് കഴിക്കുമ്പോഴായാലും എനിക്ക് മധുരം പാനിപൂരിയിൽ മധുരം ഇടുന്നത് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. നല്ല ലൈറ്റ് മധുരം അതുപോലെ തന്നെ ലൈറ്റ് എരിവ് എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പാനിപൂരി മട്ടൺ സൂപ്പെല്ലാം അങ്ങനെ നമ്മൾ കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോഴേക്കും കാലാവസ്ഥ ചെറുതായിട്ട് മഴ ഇപ്പം പെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി നോക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ കോട്ടൊന്നും എടുത്തിട്ടില്ല, എന്തായാലും മഴയത്ത് പെട്ട് പോവും. അത്യാവശ്യം നല്ല പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇനി മുതൽ എന്തായാലും നമ്മളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ. അങ്ങനെ ബില്ലെല്ലാം കൊടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് തിരിച്ച് നടന്നു. എനിക്കാണെങ്കിൽ വണ്ടി വെച്ച സ്ഥലം ഓർമ്മയില്ല. സുഹൃത്തേട്ടൻ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ചിലപ്പം ദൂരം എവിടെയെങ്കിലും ആയിരിക്കും വെച്ചതെന്നാണ് എൻ്റെ വിചാരം. അപ്പോഴേക്കും വണ്ടി വെച്ച സ്ഥലം കഴിഞ്ഞു. അതാണ് സുഹൃത്തേട്ടൻ ഇപ്പോൾ തിരിച്ച് നടന്നത്. കടയിലെത്തിയ പാടെ എൻ്റെ കണ്ണ് ആ ഒരു പാനിപൂരിയിലാണ് ഉണ്ടായത്. അതുകൊണ്ട് വണ്ടി വെച്ച സ്ഥലം പോലും എനിക്ക് ഓർമ്മയുണ്ടായില്ല. തിരിച്ചു പോകാൻ നേരം നല്ല പോലെ മഴ പിടിച്ചിട്ടുണ്ട്. മഴയ്ക്ക് മുന്നേ വീട്ടിലേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. കുഞ്ഞാൾക്ക് പാനിപ്പൂരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കടയിൽ പോയിട്ട് ഓൾക്ക് കൂടി എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കടയിലേക്ക് വിട്ടു. എനിക്ക് ഈ ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിക്കൽ നല്ല പുലർച്ച, അല്ലെങ്കിൽ ഈ ഒരു സന്ധ്യാസമയം, അല്ലെങ്കിൽ നൈറ്റ്. കൂടുതലിഷ്ടം നൈറ്റാണ്. എനിക്ക് ടൗണിലെല്ലാം നൈറ്റ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സുഹൃത്തേട്ടൻ്റെ വീട്ടിലുള്ള സമയത്ത് നൈറ്റ് ആയാലും അപ്പം നമ്മൾ രണ്ടാളും ടൗണിലേക്ക് ഇറങ്ങും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റിൽ ആ ഒരു ടൗണിൻ്റെ ഭംഗി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പയ്യന്നൂരുള്ള സമയത്തെല്ലാം ഒരു രാത്രി ആയിട്ട് ഞാനും സുഹൃത്തായിട്ടും നേരെ ടൗണിലേക്ക് ഇറങ്ങും. അങ്ങനെ നമ്മൾ നേരെ ഇതാ കടയിലേക്ക് പോയിട്ടുണ്ട് കുഞ്ഞാൾക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്ക് തന്നെ കടയിലുണ്ട് ഇതാ എൻ്റെ അച്ഛൻ. അങ്ങനെ അച്ഛനെയും കൂടി കൂട്ടിയിട്ട് കുഞ്ഞാൾക്ക് വേണ്ട സാധനവും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് പോകാൻ നേരം അങ്ങതാ മതിലിന് മുകളിൽ ഗോപാലാട്ടം നിൽക്കുന്നുണ്ടായിനി. അവിടെ നിന്നെന്തോ റീൽസ് എന്തോ എടുക്കുകയെന്ന് ആ മതിലിൻ്റെ മുകളിൽ നിന്നിട്ട്. നമ്മളെ കണ്ടപ്പോൾ 2 ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് നടന്നു. അപ്പോഴേക്കും മഴ ഇതാ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിനി. എന്തോ ഭാഗ്യത്തിന് നമ്മൾ വണ്ടിയിൽ ടൗണിൽ ഇല്ല സമയം വരെ മഴ പെയ്തിട്ടേ ഉണ്ടായിട്ടാ. കറക്റ്റ് സമയം വീട്ടിലെത്തിയ സമയത്താണ് മഴ പെയ്തിട്ടുണ്ടായത്. പിന്നെ നല്ല മഴയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം, കുളിച്ച് ഫ്രഷ് ആവണം, നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? സത്യം പറഞ്ഞാൽ ഞാൻ നല്ലപോലെ ടയേർഡായി. എനിക്കൊന്ന് കുളിച്ചാൽ മാത്രമേ ഞാൻ ഓക്കെ ആവുള്ളൂ. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ രാമായണം വായിക്കുന്നുണ്ടായിനെ. അപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.